ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെസ് പോലുള്ള കാര്യങ്ങൾ നേരത്തെ UDF എതിർത്താണ്. അപ്പോൾ അത് പിൻവലിക്കുന്നതിന് പരിഗണന അല്ല, ഞങ്ങളത് പരിശോധിക്കുകയാണ്. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സാധാരണക്കാരന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, പൊതുവേ കേരളത്തിലെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക് കിടക്കുകയാണോ? എപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇന്ന് UDF യോഗമുണ്ട്. അതിൻ്റെ ഘടകകക്ഷികളുമായിട്ടുള്ള വിശദമായ ചർച്ച നടത്തും. ശ്രീ KC വേണുഗോപാൽ ഇവിടെ വരും. അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, AICCയുടെ നേതൃത്വമുണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അല്ല, അത് ഇന്നാണ് അത് ഫൈനലൈസ് ചെയ്യുന്ന കാര്യം. നോക്കാം. നമുക്ക് 12,000 പേർക്കുള്ള പന്തലേ ഉള്ളൂ, അത് പോലെയല്ലോ. അല്ല, ഞാനത് ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് പിന്നെ കാണില്ലേ, അത് എൻ്റെ ലീഡറല്ലേ, ഞാൻ കാണില്ലേ, ഉറപ്പായിട്ട് കാണും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറയും. അല്ല, ഉറപ്പായിട്ടല്ലേ, നല്ല ടീം ഉണ്ടാവും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. I will tell you that we are discussing the impact of the increase in the petroleum products. Price of the petroleum products are discussing, and we are assessing the impact on the public. Then we will check. Then we will take a decision on that. What's your take on the NEET exam, sir? Definitely ആയിട്ട് നല്ല ടീമാണ്. നോക്കാം നമുക്ക്. അവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ. അവര് UDFന്റെ കൂടെയുള്ള, കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഈ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു കക്ഷിയാണ്. അവർ ഞങ്ങളുടെ കൂടെ, കരുണാകരൻ്റെ കാലത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ. അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് എനിക്കുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടുത്തു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിനെ എതിർക്കുന്നവർ അത് മനസ്സിലാക്കണം. ഈ ചാപ്പേടി രാഷ്ട്രീയം നമ്മളെ എവിടെ എത്തിക്കും? അതൊന്നും വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അല്ല, അവരത് പറയരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. എന്നെ വ്യക്തിപരമായി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. എന്നോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അനിഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാം. പക്ഷേ വർഗീയത പറയരുത്. വർഗീയത പറയരുത്. ബിജെപിയുടെ ഔദ്യോഗിക പേജ് വന്നിരിക്കുന്നത് അങ്ങേ മുഖ്യമന്ത്രിയാക്കിയത് പാണക്കാട് എന്ന് പറഞ്ഞൊരു ചിത്രം ഉൾപ്പെടെയാണ്. അല്ല, BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്ക് വയ്ക്കുമ്പോഴുള്ള ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേത് മതേതര കേരളമാണെന്ന്. അതേപോലെ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം. നേരത്തെ തന്നെ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ലീഗിനെതിരായ വർഗീയ പ്രചാരണത്തിൽ ശക്തമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. മതേതര കേരളത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി ഇപ്പോഴും പറയുകയാണ്. മറ്റൊന്ന്,
രമേശ് ചെന്നിത്തലയെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യത്തോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തൻ്റെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയും അദ്ദേഹത്തെ പരിഗണിച്ചും തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ കാണും എന്നുള്ളതാണ്. അപ്പോൾ അറിയേണ്ടത് നിലവിൽ രമേശ് ചെന്നിത്തല എവിടെയാണ്, അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്